ഇന്നത്തെ ക്യാബിനറ്റ് അല്പം വൈകി. അപ്പോൾ നമ്മൾ ഈ വാർത്താ സമ്മേളനവും കുറച്ച് വൈകാനിടയായി. പ്രധാനപ്പെട്ടൊരു കാര്യം തൃശ്ശൂർ പൂരവുമായി അതെന്താന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ അങ്ങനെ ഇരിക്കും. അത് മൈക്കിൽ എന്നോട് എപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വാർത്തയായി. ഹലോ 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 ചെക്ക് ചെക്ക്. പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായല്ലോ. ഇതിൽ കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക അടയാളമായാണ് തൃശ്ശൂർ പൂരത്തെ നാം കാണുന്നത്. മതസൗഹാർദ്ദവും സഹവർത്തിത്വവും വിളിച്ചോതുന്ന ഒരു അന്താരാഷ്ട്ര സാംസ്കാരിക പൈതൃക ഉത്സവമെന്ന നിലയിലാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ 2 നൂറ്റാണ്ടിലേറെയായി കൊണ്ടാടുന്നത്. ഇത്തവണ പൂരവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് എക്സിബിഷൻ്റെ ഘട്ടത്തിലായിരുന്നു. ആ എക്സിബിഷൻ പ്രശ്നം തറവാടകയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. വലിയ ഗൗരവമായൊരു വിഷയമായിട്ട് ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ അതിൽ ഇടപെടേണ്ടി വന്നിരുന്നു. ഇടപെട്ടത് പരിഹാരമാവുകയും ചെയ്തു. ദേവസ്വങ്ങളെല്ലാം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വങ്ങളെല്ലാം അതിൽ നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ നല്ല രീതിയിൽ പ്രകീർത്തിച്ച് തന്നെ അവരെല്ലാവരും സംസാരിക്കുകയുണ്ടായി.